നിന്റെ എല്ലാവിധ തടസ്സങ്ങളും മാറാൻ ഈ അമല് മതി. പൈശാചിക മൂലം വന്നെത്തിയ നിന്റെ ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, മറ്റ് സാമ്പത്തിക തടസ്സങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വീടും ഭൂമിയിലുമുള്ള തടസ്സങ്ങൾ, ഇതെല്ലാം മാറാൻ ഈ അമല് മതി. ആർക്കും സിമ്പിളായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു അത്ഭുതകരമായിട്ടുള്ള അമൽ, ഏത് തടസ്സത്തെയും ബാത്തിനാക്കാൻ പറ്റിയ അമൽ. അമൽ ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾ റിസൾട്ട് അറിയിച്ച അമൽ. എങ്ങനെയാണ് അമൽ ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ചെയ്യേണ്ടത്, ഏതെല്ലാം കാര്യങ്ങളാണ് അമൽ ചെയ്യാൻ നമുക്ക് വേണ്ടത്, നമുക്കൊന്ന് പറയാം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള അമലിനെ പറ്റിയാണ്. ധാരാളം ആളുകൾ സങ്കടം അറിയിക്കുന്നതും നേരിട്ട് സമീപിക്കുന്നതുമായിട്ടുള്ള വിഷയമാണ്. തങ്ങളെ എല്ലാ നിലക്കുള്ള തടസ്സാണ്, എല്ലാ നിലക്കുള്ള സ്തംഭനമാണ്. ഈ ഒരു സ്തംഭനത്തിൽ നിന്നും, ഈ ഒരു തടസ്സത്തിൽ നിന്നും എനിക്ക് മോചനം ലഭിക്കാൻ ഞാൻ ഏത് അമലിനെയാണ് ഞാൻ സ്വീകരിക്കേണ്ടത്, ഞാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? പല കാര്യങ്ങൾ ഞാൻ ചെയ്തു, പല ഭാഗങ്ങളിൽ ഞാൻ പോയി, എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എനിക്കൊരു ജോലിയിലൊരു മാറ്റവും എനിക്കില്ല, എനിക്കൊരു ഹൈറായ ജോലി ലഭിക്കുന്നില്ല. എനിക്കിപ്പോൾ 30 വയസ്സായി അല്ലെങ്കിൽ 35 വയസ്സായി, ഇതുവരെ വിവാഹം നടന്നിട്ടില്ല. അതിലുമുള്ളൊരു തടസ്സം. പല ഭാഗങ്ങളിൽ ഞാൻ പോയി, അവരൊക്കെ പറയുന്നത് തടസ്സാണ്, തടസ്സാണ്, പൈശാചികമായി ശർറുണ്ട്. ഈ ഒരു തടസ്സത്തിൽ നിന്നും, ഈ ഒരു പ്രയാസത്തിൽ നിന്നും മോചനം ലഭിക്കാൻ ഞാൻ ഏത് അമലിനെയാണ് സ്വീകരിക്കേണ്ടത്? അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു അമലാണ്, ഒരു അത്ഭുതകരമായിട്ടുള്ള അമലാണ് ഈ ഒരു അമൽ. എൻ്റെ സയ്യിദിയ മജ്ലിസ് കാണുന്ന, ഈ സയ്യിദിയ മജ്ലിസിനെ ഇഷ്ടപ്പെടുന്ന, ഓരോരോ വീഡിയോസ് ഇടുമ്പോഴും അതിന് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ധാരാളം സഹോദരി സഹോദരന്മാരുണ്ട്. അവർക്കൊക്കെ വീട്ടിലിരുന്ന്, നിങ്ങൾക്ക് തന്നെ ഒരാളുടെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ അമൽ. നമുക്ക് അമലിലേക്ക് കടന്നാലോ? വേറെ ഒന്നും പറയുന്നതിന് നീട്ടിക്കൊണ്ടുപോയി നിങ്ങളെ വിലപ്പെട്ട സമയമാണ്, അത് വലിച്ചു നീട്ടി ഞാൻ നിങ്ങളെ വിലപ്പെട്ട സമയത്ത് ഞാൻ കവർന്നെടുക്കുന്നില്ല. നമുക്ക് ഉടനെ തന്നെ അമലിലേക്ക് കടക്കാം. ഏതാണ് അമൽ? എങ്ങനെയാണ് ഇത്തരം തടസ്സമുള്ളവർ, ഇത്തരം പൈശാചികമായ ഷെറുള്ളവർ, വീട്ടിലും ഭൂമിയിലുമുള്ള പൈശാചികമായ സാന്നിധ്യം, ഷെറുകൾ നീക്കം ചെയ്യാൻ ഏത് അമല്, ഈ അമല് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, പരിപൂർണമായിട്ട് വിശദീകരിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മജ്ലിസ് പരിപൂർണമായി കണ്ടാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, ഏതെല്ലാം സാധനങ്ങളാണ് ഇതിലേക്ക് ചെയ്യാൻ ആവശ്യമായത് നമുക്ക് പറയാം. പരിപൂർണമായി കണ്ട ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പോയി മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ധാരാളം ആളുകളാണ് സ്ഥിരമായി നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളെ ഞങ്ങൾ മജ്ലിസ് കാണുന്നവരാണ്, മജ്ലിസിൽ പറയുന്ന അതേ അവസ്ഥയാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. വലിയ തടസ്സമാണ്, വലിയ ബുദ്ധിമുട്ടാണ്, പൈശാചികമായ ഷെറിലാണ്, സിഹറിലാണ്. ധാരാളം വർഷമായി പലയിടങ്ങളിൽ പോയി ഞങ്ങളെ ക്യാഷ് പോകുമെന്നല്ലാതെ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല എന്ന് സങ്കടം പറയുന്ന ധാരാളം ആളുകൾ സ്ഥിരമായി സമീപിക്കാറുണ്ട്. ശനിയാഴ്ച, തിങ്കളാഴ്ച ഞങ്ങളെന്ന് നേരിട്ട് വന്ന് കാണണമായിരുന്നു. എവിടേക്കാണ് വരേണ്ടത്, ഏത് ദിവസമാണ് ഞങ്ങൾ വരേണ്ടത്? ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ശനിയാഴ്ചയാണ്. ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടമുള്ളത്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞു വരാം. പരമാവധി കാണുന്ന സമയത്തിന് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം കുറേ ആളുകൾ നേരത്തെ ബുക്ക് ചെയ്യുമ്പോൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയ്ക്കും പരമാവധി ആളുകൾ ആവാറുണ്ട്. ഒരു പരമാവധി ആളുകളാവുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് തിങ്കളാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ശനിയാഴ്ചത്തേക്ക് നമ്മൾ ബുക്കിംഗ് മാറ്റാറുണ്ട്. അത്രയും ആളുകൾ നമുക്ക് എടുക്കാൻ സാധ്യമാവാത്തത് കൊണ്ടാണ് പരമാവധി നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യാം. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളെ സകല പ്രയാസങ്ങളും, എല്ലാ ഇടങ്ങേറുകളും, എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹുവേ നീ തീർത്ത് ഞങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഖൈറും ബർക്കത്തും റാഹത്തും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണം. അല്ലാഹ് ഇത്തരം തടസ്സങ്ങളിൽ നിന്ന് വലിയ കാവൽ നീ നൽകണം റബ്ബേ, നീ നൽകണം. അല്ലാഹ് ഞങ്ങൾ അമൽ ചെയ്യുന്നവരാണ്, ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, സ്വീകരിക്കുന്നത് ഖാലിഖായ റാസിഖായ നീയാണ്. അതുകൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങൾ ഓരോരോ അമലിനെയും സ്വീകരിക്കണം. അല്ലാഹ് ധാരാളം നിഷ്കളങ്ക ഹൃദയമുള്ള ധാരാളം സഹോദരിമാർ,
ധാരാളം സഹോദരന്മാര് നമ്മുടെ മജ്‌ലിസ് കാണുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഉത്തരം കൊടുക്കണം അല്ലാ. ഓരോരോ തടസ്സങ്ങൾ മാറാൻ, പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങാൻ, സിഹ്ർ നീങ്ങാൻ, പയക്കം ചെന്ന് സിഹ്ർ നീങ്ങാൻ, ജോലി ലഭിക്കാൻ, വിവാഹം നടക്കാൻ, അങ്ങനെ പറഞ്ഞ് ധാരാളം അമലുകൾ നമ്മൾ ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്. അത് സ്വീകരിച്ചവർക്ക് വലിയ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. നമ്മളെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്കറിയാം. നമ്മുടെ കമന്റ് ബോക്സ് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, തങ്ങളെ ഞാൻ അമല് സ്വീകരിച്ചു, എന്റെ കാര്യങ്ങൾ റെഡിയായി. ഇവിടെ വന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നവരുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം ഞങ്ങൾ പറയുന്ന ഒരു അമല് ഞങ്ങൾ ചെയ്തു, അത് ഞങ്ങൾക്ക് ജീവിതത്തിൽ വലിയ റാഹത്തുണ്ടായി, അതുകൊണ്ടാണ് നേരിട്ട് വന്നത് എന്ന് സന്തോഷ വാർത്ത അറിയിച്ച് ധാരാളം കുടുംബങ്ങളുണ്ട്. അല്ലാഹുവേ, നമ്മുടെ മജ്‌ലിസ് കൊണ്ട് എല്ലാ കുടുംബങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. അവർക്കെല്ലാം നീ നേർവഴി, നല്ല റാഹത്തും നല്ല ബർക്കത്തും ജീവിതത്തിൽ കൊടുക്കണേ റബ്ബേ. അവരെ സകല തടസ്സങ്ങളും നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അമലിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ അമല് ചെയ്യേണ്ടത്? ഈ അമല് ചെയ്യേണ്ടത് ആർക്കാണോ തടസ്സമുള്ളത്, നമ്മളെ മകൻക്കാവാം, അല്ലെങ്കിൽ ഭർത്താവിനാവാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ആവാം, ഭാര്യക്കാവാം, മക്കൾക്കാവാം, സഹോദരങ്ങൾക്കാവാം, കുടുംബക്കാർക്കാവാം, ആർക്കാവട്ടെ അവരെ കൊണ്ട് വുളു എടുപ്പിക്കുക. ഫസ്റ്റ് വുളു എടുപ്പിക്കുക. വുളു എടുക്കാൻ കഴിയുന്ന ആളുകൾ, അല്ലാത്തവര് വുളു എടുക്കാൻ സമയമാവുമ്പോ, ശുദ്ധിയാവുമ്പോ വുളു എടുക്കുക. വുളു എടുത്തുകൊണ്ട് അവരെ കിബിലക്ക് തിരിഞ്ഞിരുത്തിക്കുക. കിബിലക്ക് നേരെയല്ല, കിബിലക്ക് തിരിഞ്ഞിരുത്തി ഒരു ചെയറിൽ, ഒരു കസാരയിൽ ഇരുത്തിയിട്ട് ഈ അമല് നമുക്ക് ചെയ്യാൻ വേണ്ടത് ഇങ്ങനെയുള്ള 8 വിരലിന്റെ ചെമ്പ് തകിട്, ഇത്ര വലുപ്പമുള്ള 8 വിരലിന്റെ ചെമ്പ് തകിട്. ഇത് എവിടുന്ന് വാങ്ങാൻ കിട്ടും? ചില ആളുകൾ സംശയം ഉണ്ടാവും, തങ്ങൾ ഇത് എവിടുന്ന് വാങ്ങാൻ കിട്ടും? ഇത് ജ്വല്ലറിയിൽ നിന്നും, അല്ലെങ്കിൽ നമ്മള് സ്വർണ്ണ കുരിക്കുന്ന തട്ടാന്മാരുണ്ടല്ലോ, അവരെ കയ്യിലുണ്ടാകും 8 വിരലിന്റെ ചെമ്പ് തകിട്. 8 വിരലിന്റെ ചെമ്പ് തകിട് ഇതെടുത്തിട്ട് ഇതിലേക്ക് ഒരു 7 കുരുമുളക്, ഉണക്ക കുരുമുളക്, 1 ടീസ്പൂൺ കല്ലുപ്പ്, പിന്നെ 1 ടീസ്പൂൺ കടുക്. കുരുമുളക് 7 എണ്ണം, അത് എണ്ണം തെറ്റരുത്, മറ്റുള്ളതിനൊന്നും എണ്ണയില്ല. 1 ടീസ്പൂൺ കല്ലുപ്പ്, 1 ടീസ്പൂൺ കടുക്, കുറച്ച് കരിഞ്ജീരകം, അതും 1 ടീസ്പൂൺ കരിഞ്ജീരകം. എന്നിട്ട് ഇതെന്ത് ചെയ്യാം, ഒന്ന് പിടിച്ചിട്ട് ഇതൊരു ബോൾ പരുവത്തിലാക്കിയിട്ട് വീട്ടിലുള്ള എല്ലാവർക്കും ഇത്ര ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഒരാൾക്കുള്ള, അല്ലെങ്കിൽ 2 ആൾക്കുള്ള ജോലി തടസ്സം, വിവാഹ തടസ്സം എൻ്റെ മകൻക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മകനെ മാത്രം ഇരുത്തുക, അങ്ങനെയാണെങ്കിൽ 2 ആളുകൾക്ക് ഇത്തരം തടസ്സങ്ങൾ, ഇത്തരം പൈശാചികമായ ഉപദ്രവമുണ്ട്, അല്ലെങ്കിൽ ഇളക്കണ്ട്, മൂർത്തികൾ വന്നുകൊണ്ട്, സർപ്പദോഷം, സർപ്പത്തിന്റെ പ്രയാസങ്ങൾ വന്നുകൊണ്ട് ഇളക്കണ്ട്, മൂർത്തികളുടെ പ്രയാസങ്ങൾ കൊണ്ട് ഇളക്കണ്ട്, ആ ഒരു രോഗി മാത്രമേ ഉള്ളൂ. അപ്പൊ അവരെ മാത്രം മന്ത്രിക്കുക. നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ യാസീൻ ബദരീങ്ങളെ പേരിൽ ഓരോ മുബീനത്തുമ്പയും ഇടത് നിന്ന് വലതുഭാഗത്തേക്ക് 3 പ്രാവശ്യം ഒഴിഞ്ഞെടുത്ത്, നേരെ ഓപ്പോസിറ്റ് വലത്ത് നിന്ന് ഇടത്തോട്ട് 21 പ്രാവശ്യം ഒരാളെ ഒഴിഞ്ഞ് പരിപൂർണമായി എടുത്ത് എല്ലാവരെയും അതുപോലെ ഒഴിഞ്ഞെടുത്തിട്ട് പിന്നെ നിങ്ങൾ ഓതേണ്ടത് യാസീൻ വഇലൈഹി തുർജഊൻ പരിപൂർണമായി ഓതി അപ്പയും ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുക. പിന്നെ നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ മുസമ്മിൽ പരിപൂർണമായി ഓതി എല്ലാവരെയും ഒഴിഞ്ഞെടുക്കുക. പിന്നെ സൂറത്തുൽ ജിന്ന് പരിപൂർണമായി എല്ലാവരും ഓതി ഒഴിഞ്ഞെടുക്കുക. പിന്നെ സൂറത്തുൽ ഖുറൈശ് 7 പ്രാവശ്യം, സൂറത്തുൽ ഖുറൈശ് 7 പ്രാവശ്യം ഓതി പരിപൂർണമായി ഓതിയതിന് ശേഷം 7 പ്രാവശ്യം പരിപൂർണം, ഓരോ പ്രാവശ്യം ഓതുമ്പോൾ ഒഴിഞ്ഞെടുക്കണ്ട, 7 പ്രാവശ്യം പരിപൂർണമായി ഓതിയതിനു ശേഷം വീട്ടിലുള്ള ഇത്തരം തടസ്സമുള്ള എല്ലാവരും ഒഴിഞ്ഞെടുക്കുക. പിന്നെ നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം, സൂറത്തുൽ ഫലഖ് 3 പ്രാവശ്യം, സൂറത്തുൻ നാസ് 3 പ്രാവശ്യം ഓതി പരിപൂർണമായി ഒഴിഞ്ഞെടുത്തതിന് ശേഷം ഈ നമ്മൾ എടുത്തു വെച്ചാൽ തകിട് അത് ഒന്ന് കത്തിക്കുക, നല്ലൊന്ന് ചൂടാക്കുക. അത് ചൂടാക്കുമ്പോൾ കൈകൊണ്ട് പിടിച്ച് ചൂടാക്കാൻ പറ്റില്ല, കൈ പൊള്ളിപ്പോകും. അപ്പൊ എന്തെങ്കിലും ഇറുക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോരിയോ വെച്ചുകൊണ്ട് അത് നന്നായിട്ട് നല്ലൊന്ന് ചൂടാക്കി, ഒരിക്കലും ആ ചൂട് ആ തീ വിടാതെ നമ്മളെ വീടിന്റെ അരക്കുന്ന അമ്മി ഉണ്ടാകും. നമ്മുടെ മലബാർ സൈഡിലൊക്കെ അമ്മി എന്ന് പറയും, പല ഭാഗങ്ങളിൽ പല പേരാണെന്ന് എനിക്കറിയില്ല. അമ്മി എടുത്തിട്ട് ഒന്ന് പൊന്തിക്കുക, ഒരു സൈഡ് പൊന്തിച്ചിട്ട് ഈ ചൂടാക്കിയ തീയുള്ള ഈ തകിട് അതിന്റെ അടിയിൽ വെച്ച് അമ്മി ഇതിന്റെ മുകളിലേക്ക് ഇത് ഇടലോടുകൂടി ആവണം ഇതിന്റെ
തീ അണയേണ്ടത്, തീ കെടേണ്ടത്. അതോടുകൂടി നിന്റെ പൈശാചികമായ ശർറ് നീങ്ങും, നിന്റെ സകല തടസ്സങ്ങൾ നീങ്ങും. ഈ അമല് കൊണ്ട്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ട് അമല് ചെയ്താൽ നിനക്ക് റിസൾട്ട് ഉറപ്പാണ്. ഇത് എത്ര ദിവസം ചെയ്യണം? ഒരൊറ്റ ദിവസം ചെയ്താൽ മതി. എപ്പോ ചെയ്യണം? ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ. ശാബാൻ കൊടുക്കുമ്പോഴേക്കും നമ്മളെ മന്ത്രങ്ങളും കഴിയണം. നമ്മളിത് അമ്മിയിൽ ഇട്ട് വെക്കണം ശാബാൻ കൊടുക്കുന്നതിന് മുമ്പേ ആയിട്ട്. ഈ സമയത്താണ് ഇത് ചെയ്യേണ്ടത്, വേറൊരു സമയത്തും ഇത് ചെയ്യണ്ട. ഈ ഒരു സമയത്തിന്റെ ക്യാപ്പിനിടയിൽ നിങ്ങൾ ഇത് പരിപൂർണമായി അമല് കംപ്ലീറ്റ് ചെയ്യണം. ഇത് ഈ അമ്മി ഇതിലേക്കിടലോടുകൂടി അവിടെ ആ വീട്ടിലുള്ള തടസ്സങ്ങൾ, ആ വീട്ടുകാരുള്ള തടസ്സങ്ങൾ, ഇത്തരം ബുദ്ധിമുട്ടുകൾ, പൈശാചികമായ സാന്നിധ്യങ്ങൾ, മൂർത്തിയുടെ പ്രയാസങ്ങൾ ഒന്ന് ഇളക്കുണ്ടെങ്കിൽ ആ ഇളക്കവും നിൽക്കും. ഇത് മുജറബായിട്ടുള്ള അമല. ധാരാളം ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച അമല. ഞാൻ കൊടുത്തിട്ട് പല ഭാഗങ്ങൾ പോയൊരു സഹോദരി ഇളകി മറിയാണ്. പല ഭാഗങ്ങൾ പോയിട്ടുണ്ട്, ഒരു രക്ഷ ഉണ്ടായിട്ടില്ല. ഇളക്കം നിൽക്കുന്നില്ല. അങ്ങനെ ഒരു ഫാമിലി എൻ്റെ അടുത്തേക്ക് വന്ന് ഞാൻ ഈ അമല് പറഞ്ഞു കൊടുത്തു. അവരത് ചെയ്തു. അൽഹംദുലില്ലാഹ്. അന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോഴേക്കും ഇളക്കം നിന്നു. ആ സഹോദരിയുടെ ആ പൈശാചികമായ സാന്നിധ്യം വന്നിട്ടുള്ള ആ ഇളക്കങ്ങൾ അവിടെ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അമല് മുജറബായിട്ടുള്ള അമല. എല്ലാ പൈശാചികമായ സാന്നിധ്യങ്ങളെയും തുരത്താൻ ഈ അമല് മതി. ഇൻഷാ അല്ലാഹ് ഇത്ര ബുദ്ധിമുട്ടുള്ള ആളുകൾ ഈ അമല് സ്വീകരിച്ചുകൊണ്ട് ഞാൻ പറയുന്ന രീതിയിൽ സമയത്ത് ഏതൊക്കെ ഓതി മന്ത്രിക്കേണ്ടത് അത് ഓതി മന്ത്രിച്ച് ഇൻഷാ അല്ലാഹ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളിൽ അമലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അള്ളാഹു നമ്മുടെ ഓരോരോ അമലിനെയും അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്യുന്നവർ മാത്രമാണ്, സ്വീകരിക്കുന്നവൻ റാസിക്കായ ഖാലിക്കായ അള്ളാഹു. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ഖബൂലാക്കട്ടെ. ഓരോരോ അമല് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചവർക്ക് വലിയ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്, വലിയ റിസൾട്ട് ലഭിച്ചവരുണ്ട്. നമ്മൾ ഉപ്പിന്റെ അമല് പറഞ്ഞിരുന്നു. കല്ലുപ്പിട്ടിട്ട് 7 കിണറ്റിലെ വെള്ളം 7 ദിവസം കഴിഞ്ഞ് കുളിക്കാൻ എത്ര ആളുകളാണ് സന്തോഷ വാർത്ത അറിയിച്ചത്. തടസ്സങ്ങൾ നീങ്ങാനുള്ള, കളഞ്ഞുപോയ ക്യാഷും സ്വർണവും കിട്ടാനുള്ള അമല് എത്ര ആളുകൾക്ക് കിട്ടി. ഈ അമല് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ഒരു ആത്മാർത്ഥമായ യക്കീനോടുകൂടി ഉറപ്പോടുകൂടി നീ സ്വീകരിച്ചു നിനക്ക് ലഭിക്കും, ഉത്തരം ലഭിക്കും. അല്ലാഹു ഞങ്ങൾക്ക് ഉത്തരം നൽകണം റബ്ബേ. ഞങ്ങൾ ഓരോ അമലിനെയും സ്വീകരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.